ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗിരി ശബരിമലയ്ക്കുള്ള പൂജയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അവിടെ ശാലിനിയും ചാച്ചും എല്ലാവരും എത്തണം. ശാലിനി ഇപ്പോൾ നല്ലവളായ ഒരു ഉണ്ണിനെ പോലെയൊക്കെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാൽ മനസ്സിൽ അങ്ങനെ കുബുദ്ധിയാണ്. അവളുടെ മാത്രമല്ല, ഭാനുമ്മൻ്റെ സ്വപ്നം എല്ലാവരുടെയും, ആ ഫാമിലിയിലുള്ള എല്ലാവരുടെയും, മഞ്ജുവിൻ്റെയും മഹിമിൻ്റെയും ഗിൻ്റെയും പിന്നെ വക്കീലിൻ്റെ അവൻ്റെ ഗൗരി അമ്മൻ്റെ മാത്രമാണ് നല്ല ഇതുള്ളൂ അല്ലേ. ബാക്കി എല്ലാവരും കുബുദ്ധിയും കൊണ്ട് നടക്കണതാണ്. വെളിയിലൊരാളും ഉള്ളിലൊരാളായിട്ട് നടക്കണവരാണ്. അങ്ങനെ ശബരിമലയ്ക്കുള്ള പൂജയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മഞ്ജുവിനെ കൊല്ലാനുള്ള ഏർപ്പാടൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. സഞ്ജയ് പറയുന്നുണ്ട് ഗിരി ശബരിമലയ്ക്ക് പോവുകയാണല്ലോ. ശബരിമലയ്ക്ക് പോയി വന്ന ശേഷം കാണുന്നത് എന്താണ്, മഞ്ജു മരിച്ചത് കണ്ടിട്ട് അവൻ ഒരേ കരച്ചിലായിരിക്കും പറഞ്ഞിട്ട് പറയുന്നത് കേട്ടോ. എന്നിട്ട് കൊട്ടേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. കൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മുടെ മഞ്ജുവിനെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ടോ. മഞ്ജു എന്തോ തളികയും കൊണ്ടൊക്കെ വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗിരിനെ കൊല്ലാൻ നോക്കിയില്ലേ, അയാൾ തന്നെ വന്നിട്ട് അവളുടെ മുഖത്തേക്ക് എന്തോ പൊടിയിടുകയാണ്. പൊടിയിട്ട് അവൾ വീഴുമ്പോഴേക്കും ഇരുമ്പ് വടിയും കൊണ്ട് അവളെ തല്ലാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആരാണെന്ന് നേരെ അറിയില്ല, ഒരു ദൈവത്തിനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു ക്യാരക്ടറാണ് തോന്നുന്നു. അവർ വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്ത് നമ്മുടെ മഞ്ജുവിനെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും മഞ്ജു മരിക്കുമൊന്നുമില്ല. മഞ്ജു മരിച്ചു പറഞ്ഞാൽ പിന്നെ കഥയുണ്ടാവില്ലല്ലോ. അപ്പം മഞ്ജു എന്തായാലും മരിക്കില്ല. അപ്പോഴേക്കും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ശബരിമല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.